ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കുന്നത്. 2025 ജനുവരിയിലെ കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളിത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കാരണം നിങ്ങൾക്കറിയാം കറണ്ട് അഫേഴ്സ് നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വരുന്ന പരീക്ഷകളിലെന്ന്. അതുകൊണ്ട് കറണ്ട് അഫേഴ്സ് നമ്മൾ മാർക്ക് അവിടെ നമുക്ക് നഷ്ടപ്പെടാൻ കഴിയില്ല. ഇനി വരുന്ന 10th മെയിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്ട്രോക്കിൽ നിന്നും സുഖം പ്രാപിക്കാൻ സഹായിക്കുന്ന റോബോട്ടിക് ഹാൻഡ് എക്സോ സ്കെൽട്ടൺ വികസിപ്പിച്ചത് ആരാണ്? IIT കാൺപൂരാണ്. സ്ട്രോക്കിൽ നിന്നും സുഖം പ്രാപിക്കാൻ സഹായിക്കുന്ന റോബോട്ടിക് ഹാൻഡ് എക്സോ സ്കെലിറ്റൺ വികസിപ്പിച്ചത് IIT കാൺപൂറാണ്. അടുത്തത്, കർത്തവ്യപഥിൽ നടക്കുന്ന 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കുവാൻ പുതുതായി വികസിപ്പിച്ച തന്ത്രപരമായ മിസൈല് പ്രാലൈ. ഏതാണ് മിസൈല്? പ്രാലൈ. അപ്പോൾ കർത്തവ്യപഥിൽ നടക്കുന്ന 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കുവാൻ പുതുതായി വികസിപ്പിച്ച തന്ത്രപരമായ മിസൈലാണ് പ്രാലൈ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 2025 ജനുവരിയിൽ കൃത്രിമ സൂര്യൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം. കൃത്രിമ സൂര്യനെ വരെ ഉണ്ടാക്കിയ മനുഷ്യൻ. അപ്പോൾ 2025 ജനുവരിയിൽ കൃത്രിമ സൂര്യൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ചൈനയാണ് കേട്ടോ. 18 മിനിറ്റ് നേരം കൃത്രിമ സൂര്യനെ പ്രവർത്തിപ്പിക്കാനായിട്ടുണ്ട്. നിഖിൽ ബി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിഖിൽ ബി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഖോഖോയാണ്. ദെൻ ഫസ്റ്റ് ടെലസ്കോപ്പ് വിജയകരമായി പരീക്ഷിച്ച രാജ്യം 500 മീറ്റർ അപ്പാർച്ചർ സ്പെറിക്കൽ ടെലസ്കോപ്പ്. ഫാസ്റ്റ് ടെലസ്കോപ്പ് ഏത് രാജ്യമാണ്? ചൈനയാണ്. അപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത് ആരാണ്? ചൈന. അവർ സൂര്യനെ ഉണ്ടാക്കി, കൃത്രിമ സൂര്യനെ ഉണ്ടാക്കി ചൈന. അതുപോലെ തന്നെ നിഖിൽ ബി ഏത് കായിക ഇനമാണ്? ഖോഖോയാണ്. സ്ട്രോക്കിൽ നിന്നും സുഖം പ്രാപിക്കാൻ സഹായിക്കുന്ന റോബോട്ടിക് ഹാൻഡ് എക്സോ സ്കെലിറ്റൺ വികസിപ്പിച്ചത് IIT കാൺപൂരാണ്. കർത്തവ്യപഥിൽ നടക്കുന്ന 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കുവാൻ പുതുതായി വികസിപ്പിച്ച തന്ത്രപരമായ മിസൈൽ ഏതാണ്? അത് പ്രാലയാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. 2025 ജനുവരിയിൽ ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി 2020 ക്രിക്കറ്റിൽ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ. 2025 ജനുവരിയിൽ ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി 2020 ക്രിക്കറ്റിൽ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? അത് ഇന്ത്യയാണ്. അടുത്തത്, ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി വിജയകരമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സഖി. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യം ഓർത്തോണം. എന്താണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടിയിട്ട് വിജയകരമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഖി എന്നത്. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത് പങ്കജ് മിശ്രയാണ്. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത് പങ്കജ് മിശ്ര. ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മതേതരത്വം എന്ന വാക്ക് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യണമെന്ന് ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തത്? അത് ബംഗ്ലാദേശിൻ്റെയാണ്. അപ്പോൾ ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യാൻ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തത് ഏത് രാജ്യത്തിൻ്റെതാണ്? ബംഗ്ലാദേശ്. എക്സൈസ് ഡെവിൾ സ്ട്രൈക്ക് ഏത് രാജ്യത്തിൻ്റെ സൈനിക അഭ്യാസമാണ്? ഇന്ത്യ. എക്സൈസ് ഡെവിൾ സ്ട്രൈക്ക് ഏത് രാജ്യത്തിൻ്റെ സൈനിക അഭ്യാസമാണ്? ഇന്ത്യയുടേതാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ ഇരവിമംഗലത്താണ്. സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തൃശ്ശൂർ ജില്ലയിൽ ഇരവിമംഗലം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അനുമതി നൽകാൻ തദ്ദേശഭരണ സ്ഥാപനാധികാരികൾക്ക് അധികാരം നൽകിയ സർക്കാർ തീരുമാനം പിൻവലിച്ച ഹൈക്കോടതി, കേരള ഹൈക്കോടതി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അനുമതി നൽകാൻ തദ്ദേശഭരണ സ്ഥാപനാധികാരികൾക്ക് അധികാരം നൽകിയ സർക്കാരിൻ്റെ തീരുമാനത്തെ പിൻവലിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി.
ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് എഡിറ്റ്സ്. ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ആപ്പിൻ്റെ പേരാണ് എഡിറ്റ്സ്. അടുത്തത് ഡിജിറ്റൽ നയം 2025-27 പ്രഖ്യാപിച്ച് ലോകത്തെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി AI അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്നത് ഏത് രാജ്യം? അബുദാബിയാണ്. ഡിജിറ്റൽ നയം 2025-27 പ്രഖ്യാപിച്ച് ലോകത്തെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി AI അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്നത് അബുദാബി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണ്? ശൂന്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പാണ് എന്ത്? ശൂന്യ എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് 2025 ജനുവരി 25 പൂർത്തിയാക്കുന്നത്? അത് 75-ാമത്തേതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് 2025 ജനുവരി 25 പൂർത്തിയാക്കുന്നത്? 75-ാം വാർഷികം. 2070 കാർബൺ ന്യൂട്രലിറ്റി കൈവരിക്കുന്നതിന് ഉത്തരാഖണ്ഡ് ഏത് രാജ്യവുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? ഐസ്ലാൻഡുമായി ാണ്. 2070 കാർബൺ ന്യൂട്രലിറ്റി കൈവരിക്കുന്നതിന് ഉത്തരാഖണ്ഡ് ഏത് രാജ്യവുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? അത് ഐസ്ലാൻഡ്. ഡയമണ്ട് ഇംപ്രസ്ഡ് ഓതറൈസേഷൻ സ്കീം. ഡയമണ്ട് ഇംപ്രസ്ഡ് ഓതറൈസേഷൻ സ്കീം ഏത് മന്ത്രാലയമാണ് അവതരിപ്പിച്ചത്? കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയമാണ് അത് അവതരിപ്പിച്ചത്. 1-ാം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? 1-ാം അന്താരാഷ്ട്ര ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. 2023-24 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ബ്രസീൽ. ഡെങ്കിപ്പനി സാധ്യത 2 മാസം മുന്നേ പ്രവചിക്കാനുള്ള മാതൃക വികസിപ്പിച്ച പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയറോളജിയിലെ മലയാളി ശാസ്ത്രജ്ഞരാരൊക്കെയാണ്? ഡെങ്കിപ്പനി സാധ്യത 2 മാസം മുന്നേ പ്രവചിക്കാനുള്ള മാതൃക വികസിപ്പിച്ച പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയറോളജിയിലെ മലയാളി ശാസ്ത്രജ്ഞരാണ് ഡോക്ടർ റോക്സ്കി മാത്യു കോൾ ആൻഡ് സോഫിയ യാക്കോബ്. 2024-25 വിജയ് ഹസാരെ ട്രോഫി നേടിയ ക്രിക്കറ്റ് ടീം കർണാടക. 2024-25 വിജയ് ഹസാരെ ട്രോഫി നേടിയ ക്രിക്കറ്റ് ടീമാണ് കർണാടക. അടുത്തത് ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 ഇന്ത്യയുടെ സ്ഥാനം 4-ാം സ്ഥാനം. ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ 1-ാമനായി മാറിയത് ആരാണ്? ഡി ഗുഗേഷ് ആണ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ 1-ാമനായി മാറിയത് ഡി ഗുഗേഷ്. കുടുംബശ്രീയുടെ 2025 ദേശീയ സരസ് മേളയുടെ വേദി ചെങ്ങന്നൂർ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ. കുടുംബശ്രീയുടെ 2025 ദേശീയ സരസ് മേളയുടെ വേദിയാണ് ആലപ്പുഴയിലെ ചെങ്ങന്നൂർ. കരസേനയുടെ ഓട്ടോമേറ്റഡ് സംവിധാനം ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നതാണ് സഞ്ജയ്. കരസേനയുടെ ഓട്ടോമേറ്റഡ് സംവിധാനമായ ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം അറിയപ്പെടുന്നത് സഞ്ജയ്. ജനുവരി 25 വിയോഗത്തിൻ്റെ 75 വർഷം പൂർത്തിയാക്കുന്ന നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു. ജനുവരി 25 വിയോഗത്തിൻ്റെ 75-ാം വർഷം പൂർത്തിയാക്കുന്ന നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു. 2025 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം ഏത് സ്ഥാപനത്തിനാണ് ലഭിച്ചത്? അത് ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസിനാണ് കേട്ടോ. അടുത്തത് ഡയമണ്ട് ഇംപ്രസ്ഡ് ഓതറൈസേഷൻ സ്കീം ഏത് മന്ത്രാലയമാണ് അവതരിപ്പിച്ചത്? ഇതൊന്ന് നമ്മൾ പറഞ്ഞതാണേ, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയം. ഓക്കെ. അടുത്തത് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൻ്റെ പതാക ഏന്തുന്നത് ആരാണ്? PS ജീനയാണ്. ബാസ്കറ്റ്ബോൾ താരമായ PS ജീനയാണ് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൻ്റെ പതാക ഏന്തുന്നത്.
അടുത്തത് 2025 ആകാശത്ത് 6 ഗ്രഹങ്ങൾ നിരയായി വന്ന ദിവസം ജനുവരി 25. ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ് ആണ്. അമേരിക്കയുടെ മാഡിസൺ കീസ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. അടുത്തത് പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ്. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ പ്രഥമ സാമ്പത്തിക സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 15ാം സ്ഥാനമാണ് കേട്ടോ. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്താനായി നീതി ആയോഗ് പുറത്തിറക്കിയ പ്രഥമ സാമ്പത്തിക സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 15. നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ആഹാരം സൗജന്യമായി നൽകുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് മന്ന പദ്ധതി. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്ന 100ാമത്തെ ഗതിനിർണയ ഉപഗ്രഹം NVS-02. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്ന 100ാമത്തെ ഗതിനിർണയ ഉപഗ്രഹമാണ് NVS-02. അടുത്തത് 2025 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നേടിയ വ്യക്തി MT വാസുദേവൻ നായർ. 2025 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്ക്. കടൽപ്പായൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വനിതകൾക്കായി ഗ്രാന്റ് അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന. അടുത്തത് 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. ICC T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് അർഷ്ദീപ് സിംഗ് ആണ്. ICC T20 ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് അർഷ്ദീപ് സിംഗ് ആണ്. അടുത്തത് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് എന്താണ് ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്തത്? ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ്. ഇന്ത്യൻ ഓപ്പൺ 2025 ബാഡ്മിൻ്റൺ കിരീടങ്ങൾ യഥാക്രമം പുരുഷ അല്ലെങ്കിൽ വനിതകൾ നേടിയത് വിക്ടർ ആക്സൽസനും ആൻസെ യങ്ങുമാണ് ഈ കിരീടങ്ങൾ യഥാക്രമം നേടിയത്. മൗറീഷ്യസിലെ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS സർവേക്ഷക്. അടുത്തത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2025 വേദിയാണ് ലഡാക്ക്, ജമ്മു കാശ്മീർ. ടൈഫൂൺ മിസൈൽ വികസിപ്പിച്ച രാജ്യമാണ് അമേരിക്ക. ടൈഫൂൺ മിസൈൽ വികസിപ്പിച്ച രാജ്യം അമേരിക്ക. 2025 പത്മവിഭൂഷൺ അർഹനായ ഇന്ത്യയിലെ ആദ്യ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസാണ് ജഗദീഷ് സിംഗ് ഗോഹാർ. ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 27 ജനുവരി 27, 2025 ഉത്തരാഖണ്ഡിലെ ഏകീകൃത സിവിൽ കോഡ് നിയമം നിലവിൽ വന്നത്. 2025 ജനുവരിയിൽ ജന്മശതാബ്ദി ആഘോഷിച്ച ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാര്? ഡോക്ടർ രാജാ രാമണ്ണ. അടുത്തത് സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രസിദ്ധീകരിച്ച സ്ഥാപനമേതാണ്? അത് നീതി ആയോഗാണ്. അടുത്തത് സൈബർ സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള 2ാമത്തെ ബിംസ്റ്റെക് വിദഗ്ധ ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയ നഗരം ന്യൂഡൽഹി. സൈബർ സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള 2ാമത്തെ ബിംസ്റ്റെക് വിദഗ്ധ ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയ നഗരമാണ് ന്യൂഡൽഹി. വൈറ്റ് ഹൗസ് മാധ്യമ ഉപസെക്രട്ടറിയായി നിയമിതനായത് ഘുഷ് ദേശായി ആണ്. വൈറ്റ് ഹൗസ് മാധ്യമ ഉപസെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് ഘുഷ് ദേശായി. 2025 പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അശ്വിൻ. അടുത്തത് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത് ഇറ്റലിയുടെ ജാനിക് സിന്നറാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത് ആരാണ്? ഇറ്റലിയുടെ ജാനിക് സിന്നറാണ്. അടുത്തത് റംസാർ കൺവെൻഷൻ്റെ കീഴിൽ അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ചേർന്ന 2 ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഇൻഡോറും ഉദയ്പൂറുമാണ് കേട്ടോ. അടുത്തത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 6ാമത്തെ റീജിയണൽ ഓഫീസായി മാറിയ നഗരം വാരണാസി.
അടുത്തത്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അന്താരാഷ്ട്ര സാഹസിക വിനോദ ചാമ്പ്യൻഷിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? അത് കേരളത്തിലാണ്. അടുത്തത്, ട്രജൻ 55mm ടൗഡ് ആർട്ടില്ലറി ഗൺ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യങ്ങളാണ്? ഇന്ത്യയും ഫ്രാൻസും ചേർന്നിട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായി നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. അടുത്തത്, ക്ലാരി 5ൻ്റെ NCRP ഇൻ്റഗ്രേഷൻ സെലക്ഷൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അടുത്തത്, ഇന്ത്യൻ റേഡിയോളജിക്കൽ ഇമേജിംഗ് അസോസിയേഷൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹയായതാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ. കേരള സർവകലാശാല VC ആയ ഡോക്ടർ മോഹനൻ കുന്നുമ്മേലാണ്. അടുത്തത്, സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യം, അത് നമ്മളിപ്പോൾ പറഞ്ഞു NVS-02 ഗതി നിർണയ ദൗത്യം 100ാമത്തേതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു മോളിൽ. 2025 സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിത സിംഗിൾസ് കിരീടം നേടിയത് മനുഷ് ഷായും ദിയ ചിത്തലായും ചേർന്നിട്ടാണ്. അടുത്തത്, ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിൻ്റെ ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചതാരാണ്? അത് T. പത്മനാഭനാണ്. കരുവന്നൂർ T. പത്മനാഭൻ. 2025 ഫിഡെ വേൾഡ് ചെസ് ലോകകപ്പിൻ്റെ വേദി ഏതാണ്? ഇന്ത്യയാണ്. അടുത്തത്, നഗരത്തിലെ വാഹന പാർക്കിംഗ് സുഗമമാക്കുന്നതിന് ആപ്പ് പുറത്തിറക്കിയ നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. അടുത്തത്, സൈബർ സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള 2ാമത്തെ ബിംസ്റ്റെക് വിദഗ്ധ ഗ്രൂപ്പ് മീറ്റിംഗ് ഏത് നഗരത്തിലാണ് ഇന്ത്യ നടത്തിയത്? ന്യൂഡൽഹി. അടുത്തത്, ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് പറവൂർ. അടുത്തത്, 2005 ദേശീയ ഗെയിംസിൽ വനിതകളുടെ 200 മീറ്റർ നീന്തലിൽ സ്വർണം നേടിയ മലയാളിയാണ് ഹർഷിത ജയറാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2025 ദേശീയ ഗെയിംസിൽ വനിതകളുടെ 200 മീറ്ററിൽ നീന്തലിൽ സ്വർണം നേടിയ മലയാളി ഹർഷിത ജയറാം. നമ്മളോട് ചോദിക്കാം ഹർഷിത ജയറാമെ ഏത് ഇനത്തിൽ പെടുന്നു എന്നൊക്കെ ചോദിക്കാം. നീന്തലാണ് കേട്ടോ. 2025 ദേശീയ ഗെയിംസിൽ ഭാരോദ്വഹന മത്സരത്തിൽ സ്വർണം നേടിയ മലയാളിയാണ് സുഫ്ന ജാസ്മിൻ. അടുത്തത്, 2025 ജനുവരിയിൽ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ 2 ഏല ഇനങ്ങൾ എലിറ്റോറിയ ഫോസിഫെറ, എലിറ്റോറിയ ടുലിപ്പിഫെറ എന്നിവയാണ്. 2 എണ്ണം. വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാനും കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനും വിരമിച്ച ജഡ്ജിമാരെ അഡ്ഹോക്ക് അടിസ്ഥാനത്തിൽ നിയമിക്കാൻ ഉത്തരവിറക്കിയത് സുപ്രീം കോടതി. ചൈനീസ് കമ്പനി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ നിർമ്മിത ബുദ്ധി മോഡലാണ് ഡീപ് സീക്ക്. ICCയുടെ 2024 മികച്ച പുരുഷതാരമായി തിരഞ്ഞെടുത്തത് ജസ്പ്രീത് ബുംറയാണ്. ICCയുടെ 2024 മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അത് അമേലിയ കെർ ആണ്. അടുത്തത്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം രചിക്കാൻ ഒരുങ്ങുന്ന വ്യക്തിയാണ് സുധാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം രചിക്കാൻ ഒരുങ്ങുന്ന വ്യക്തി ആരാണ്? അത് സുധാംശു ശുക്ലയാണ്. ഓർത്തിരുന്നോണം. അടുത്തത്, 2025 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2025 76ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച ടാബ്ലോയ്ക്കുള്ളത് ആർക്കാണ്? ഉത്തർപ്രദേശിനാണ്. സഹകരണ വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് അങ്ങാടി. സഹകരണ വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? അങ്ങാടി. അടുത്തത്, MSMEകൾക്ക് വായ്പാ ഗ്യാരണ്ടി നൽകുന്നതിനായി സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് MSMEകൾക്കുള്ള മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം കേട്ടോ. അടുത്തത്, 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം UAE. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതാ? UAE. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഐസ്പോർട്ട് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI. ദേശീയ ഗെയിംസിൽ നീന്തലിൽ കർണാടകയ്ക്കായി 3 സ്വർണം നേടിയ വ്യക്തിയാണ് ദിനിധി ദേശിംഗു. ചൈനീസ് ടെക് കമ്പനിയായ ആലിബാബ പുറത്തിറക്കിയ AI മോഡലാണ് മാക്സ്. അടുത്തത്, ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകനായി നിയമിതനായത് ജെറി ഹോൾനസ് ആണ്. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകനായി നിയമിതനായതാരാണ്? ജെറി ഹോൾനസ്.
ഇത് ഓർത്തിരുന്നോണം. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അത് UAE ആണ്. അതുപോലെ തന്നെ ഈ ദേശീയ ഗെയിംസിൽ നീന്തലിൽ കർണാടകയ്ക്കായി 3 സ്വർണം നേടിയ വ്യക്തി ആരാണ്? അതാരാണ്? ദിനിധി ദേശിംഗു. ജനുവരിയിലെ കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ചത്. 2025 ജനുവരിയിലെ കറണ്ട് അഫേഴ്സ്. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക, കേട്ട് പഠിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.